നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണിപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ് അങ്ങനെ സകലമാന സോഷ്യൽ മീഡിയയിലും വൈറലായ കോഡ് സെറ്റ്. ഈ ഒരു കോഡ് സെറ്റ് മോഡൽ ബ്ലൗസ് ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതേപോലെ ഒരെണ്ണം ഇടണമെന്ന്. പക്ഷേ നമുക്ക് എങ്ങനെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്താ, നമുക്ക് വല്ല ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെയൊന്നും അറിയേയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു രീതിയിൽ ഇത് ചെയ്തങ്ങ് ഫലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു അല്പമെങ്കിലും ഉപകാരപ്പെടുന്നോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് സബ്സ്ക്രൈബോ അങ്ങനെ ഒരു സപ്പോർട്ടും ചെയ്യാത്തതിൽ വിഷമമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് യഥാർത്ഥത്തിൽ ബ്രൊക്കേഡ് തുണി അങ്ങനത്തെ മോഡൽ തുണിയിലൊക്കെയാണ് ചെയ്യാറുള്ളതെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു ത്വരയിൽ എനിക്ക് കിട്ടിയതായി ഇതൊരു അമ്മയുടെ സാരി ബ്ലൗസിൻ്റെ സാരിയിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടല്ലോ, കൂടിപ്പോയ ഒരു 3/4 മീറ്ററോളെ കാണുള്ളൂ. ആ ഒരു തുണിയിൽ ഇതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടിട്ട് എനിക്ക് ആ ഒരു ബ്ലൗസിന് ആപ്റ്റ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തതാണ് ആ ഒരു തുണി. പിന്നെ നിങ്ങൾ തയ്ക്കെടുക്കുമ്പോൾ അത്യാവശ്യം വീതി നീളമൊക്കെ ഉള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് അതുമായിട്ട് ഇച്ചിരിയെങ്കിലും മാച്ചായി പോകുന്നുള്ള ഒരു ലൈനിങ് എടുത്ത് ഞാൻ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ആ ഒരു മെത്തേഡ് മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. അളവും കാര്യങ്ങളൊന്നും ഞാൻ അത്ര വലിയ ഇതായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് എടുത്തത് ഫ്രണ്ട് സൈഡിന് ഞാനൊരു 19 എടുത്തത്. കാരണം എൻ്റെ തുണിക്ക് അത്രേ ഒരു ഇതേ ഉള്ളൂ, ആ ഒരു ലെങ്ത്തിന് എടുക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 20 എടുക്കാം. ഫ്രണ്ട് സൈഡ് ലെങ്ത്ത് കൂടിയും ബാക്ക് സൈഡ് ലെങ്ത്ത് കുറഞ്ഞോണം. അത് പ്രകാരം ബാക്ക് സൈഡിന് ഞാൻ 17 ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, സീമും കൂടെ ചേർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ നെക്ക് വന്നിട്ട് മേളിൽ 3 താഴെ 3.5 എടുത്തത്. മേളിലെ വീതി കുറവും താഴെ വീതി കൂടുതലും എടുത്തതെന്ന് വെച്ചാൽ, താഴെ നല്ല വൈഡായിട്ട് വരുമ്പോൾ ഭംഗി വരും. അതേ വൈഡ് മേളിൽ കൊടുക്കുമ്പോൾ കഴുത്തിൽ നിന്ന് ഊരി ഷോൾഡർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലെടുത്തത്. ഇനി നമുക്ക് നല്ല തുണിയിലോട്ട് ഈ ഒരു തുണി വെച്ച് കഴുത്തൊഴിച്ച് ബാക്കിയെല്ലാം സൈഡ് ഉൾപ്പെടെ വെട്ടിയെടുക്കണം. എനിക്ക് ആ താഴത്തെ ഭാഗം കണ്ടോ വേറൊരു മോഡലായതുകൊണ്ട് അത് ഞാൻ കൈക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. പിന്നെ നമ്മൾ പ്രിൻസസ് കട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രിൻസസ് കട്ടിൻ്റെ അപരനൊക്കെ ചെയ്യണം. മേളിൽ നിന്ന് താഴോട്ടും 10 സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് 4 വരുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് മേളിലോട്ടും വരച്ച് നമ്മൾ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇൻവിസിബിൾ ഷോൾഡറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സ്ലീവ്സിൻ്റെ പണിയും പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡിൻ്റെ കാര്യമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് അണ്ണീവനായിട്ടുള്ള എല്ലാം വെട്ടി കഴിഞ്ഞ് കുഴിച്ച് വെട്ടുന്ന പരിപാടിയൊക്കെ ഞാൻ ഇനിയാണ് ചെയ്യാറുള്ളത്. ബ്ലൗസ് ഞാൻ എളുപ്പത്തിന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നായിട്ട് ഒരു ഓണക്കോടി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇനിയാണ് നമ്മുടെ ആ ഒരു മെത്തേഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോഡ് സെറ്റിൻ്റെ ആ ഒരു മോഡലുണ്ടല്ലോ, അതിൻ്റെ മെയിൻ പരിപാടി ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആ ഒരു കൈക്കുഴിയിൽ അവിടെ നിന്ന് താഴോട്ടൊരു 10 മാർക്ക് അടയാളപ്പെടുത്തി 2 സൈഡിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഞാനിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ഈ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് ഇപ്പം നമുക്ക് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കൂർത്തിരിക്കണമെങ്കിൽ ആ ഷേപ്പിന് വരയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റാ ഷേപ്പിൽ നമുക്ക് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മേളിൽ നിന്ന് താഴെ ഒരു 10 അടയാളപ്പെടുത്തിയത്. നിങ്ങൾക്ക് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 വരെ ഫ്രണ്ടിൻ്റെ നീളം, ഫ്രണ്ട് സൈഡിൻ്റെ നീളം 20 21 ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കുറച്ചുകൂടെ ലെങ്ത്തിന് കിട്ടും. ഇതൊക്കെയാണ് ഈ ഒരു രീതിയാണ് ഒരു ആവറേജ്. എന്നിട്ട് നമുക്ക് ഇച്ചിരി വീതിയുള്ളതുണ്ട് ആ ഒരു നമ്മൾ ആ ഇറക്കി തയ്ച്ച് അവിടെയും ആ കയറിയിരിക്കുന്ന 10 കയറിയിരിക്കുന്ന ആ ഒരു ഭാഗത്തും എല്ലാം കൂടെ കവറായിട്ട് കിട്ടുന്ന രീതിയിൽ ഇത്രയും വീതിയിലൊരു തുണി നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു റാ ഷേപ്പിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ടൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു റാ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, കറക്റ്റ് ഷേപ്പിന് കിട്ടണം. ഇല്ലെങ്കിൽ ഒരിടത്ത് ഉന്തിയും താന്നും പൊങ്ങിയൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കും വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു കറക്റ്റായിട്ട് തന്നെ കിട്ടുമെന്ന്. പക്ഷേ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻഡിലുള്ള ബാക്കി വേസ്റ്റ് തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകളൊക്കെ കൊടുത്ത് നമ്മളതിനെ നന്നായിട്ടൊന്ന് തിരിച്ച് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു കൂർത്ത സാധനം കൊണ്ട് ആ ഒരു വളവിൻ്റെയൊക്കെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ടൊന്ന്
പുറത്തോട്ടാക്കി ഒന്ന് പതിച്ചടിച്ച് നീറ്റാക്കി എടുക്കണം. എന്തെങ്കിലും അടിയിലുള്ള തുണിയൊക്കെ വലിച്ച് വെച്ച് വേണം തയ്ക്കാൻ. ഇങ്ങനെ പുറത്തോട്ട് കാണരുത്. നമ്മളുടെ ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള തുണികളൊക്കെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിതാണ്ട് ഈ ബാക്കി പതിച്ചടിച്ചതിന് ശേഷം ബാക്ക് സൈഡിൽ അധികമായിട്ട് വരുന്നത് ഈ ഒരു ഷേപ്പിനെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ആ ഒരു ഷേപ്പിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെം ചെയ്ത് വെക്കാം. സ്റ്റിച്ച് അങ്ങനെ പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഹെം ചെയ്ത് വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഹെം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെം ചെയ്ത സമയമൊന്നും കളയാൻ നമുക്ക് സമയമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ എൻഡിലൂടെ ഒരു കറക്റ്റ് നമ്മളിങ്ങനെ പട്ട വെച്ച് തയ്ക്കുന്നത് പോലെ തന്നെ അതിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ എൻഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഞാനൊരു 9 ഞാൻ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഫ്രണ്ട് സൈഡിന് അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡും ആ ഒരളവിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ബാക്ക് ഒരു ഇതിലും ഫ്രണ്ട് ഒരു ഇതിലുമായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളിത് ഈ ഒരു 17 ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്ലീവ് നമ്മളൊരു പഫ് സ്ലീവ് പോലത്തെ ഒരു സ്ലീവാണ് നമുക്ക് അതിൽ നമ്മൾ കണ്ട ഇമേജിലെല്ലാം ഉണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതുപോലെ തന്നെ നമുക്കും ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി ഇത്രയും തുണിയാണ് എനിക്കുണ്ടായിരുന്നത്. അതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സ്ലീവിൻ്റെ ഞാനൊരു 6 7 ഒരു രീതിയിലാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തത്. അപ്പോൾ മേൽ സൈഡ് ഈ ഒരു ഷേപ്പിന് അങ്ങനെ അളവൊന്നും ഞാൻ നോക്കുന്നില്ല, ലെങ്ത്ത് മാത്രമേ നോക്കിയുള്ളൂ. നമ്മുടെ സ്ലീവിന് എപ്പോഴും വെട്ടുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് മാത്രം ഞാൻ അങ്ങ് വെട്ടിയെടുക്കുന്നേ ഉള്ളൂ. വേറെ അളവൊന്നും നോക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ ആ ടോപ്പിൻ്റെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ താഴ്ഭാഗം ഞാൻ ഒരു വേറെ മോഡലാണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭംഗിയുള്ള ഭാഗം ഞാൻ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് തികയ്ക്കാനും അതൊരു മോഡലാണല്ലോ, ആ ഒരു രീതിക്ക് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ 2 പീസും കൂടെ ഒന്നിച്ചാക്കി സ്ലീവിൻ്റെ 7 8 ആ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇതേപോലെ ഒരു അല്പം മടക്കി വെച്ചിട്ടാണ് ഞാൻ അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്ലീവും ഈ ഒരു തുണിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നടുക്ക് വരുന്ന രീതിയിൽ ഇച്ചിരി തുണി വിട്ട് വെച്ചാണ് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ തുണി വെട്ടിക്കളയണമെന്നൊന്നുമില്ല, കാരണം നമുക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വരും. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങറ്റം മുതൽ കുഞ്ഞി പ്ലീറ്റ് ഇട്ട് നമ്മൾ എടുക്കണം. ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയും വേണം. ആ ഒരു പഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ എൻഡിലുണ്ടല്ലോ ഗൈസ്, ഇതിൻ്റെ എൻഡിൽ ഞാൻ വലിയ എലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് ഇതേപോലത്തെ ത്രെഡ് എലാസ്റ്റിക് ഉണ്ടല്ലോ, ഇങ്ങനെ നൂല് പോലെ വലിയുന്നൊരു എലാസ്റ്റിക് ഉണ്ടല്ലോ, ആ ഒരു എലാസ്റ്റിക്കാണ്. നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കാം ഗൈസ്. അപ്പോൾ ആ ഒരു സാധനം എടുത്ത് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ 2 ലെയറായിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു ഇഞ്ച് മേളിലോട്ട് കയറ്റി വെച്ചാണ്. നമുക്ക് അതിൻ്റെ ബാക്കി ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ ഭംഗിക്ക് കിടക്കാൻ വേണ്ടി 1 ഇഞ്ച് 1 2 എടുക്കാം, 1 1.5 2 എടുക്കാം. നമുക്ക് ഒരു സ്ലീവിൻ്റെ ഭംഗി അനുസരിച്ച് ഞാനിവിടെ ഒരു 1 ഇഞ്ച് മേളിലോട്ട് വെച്ചാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കുത്തി നിർത്തി തിരിച്ച് ഒരു ലെയറും കൂടെ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും വലിച്ച് പിടിക്കാതെ കറക്റ്റ് ചുരുങ്ങി, അതിൻ്റെ ഓൾറെഡി ഒരു ചുരുക്കമുണ്ടല്ലോ, അതേ കൂടെ തന്നെ കയറ്റി വെച്ചെടുക്കണം. വലിച്ച് പിടിക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളത് ഇതേപോലെയാണ് നമ്മളെ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ 2ാമത്തെ സ്ലീവ് നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല വശവും ചേർത്ത് വെച്ച് നമ്മളുടെ ബ്ലൗസിൻ്റെ കൂടെ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഇനി നമുക്ക് സ്ഥിരം പരിപാടി തന്നെയാണ്. നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ഹുക്കും അതിന് വേണ്ടിയിട്ട് കറക്റ്റ് സെൻറ്റർ പോർഷൻ ഇതേപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 ഇഞ്ച് വീതിയിലും പിന്നെ 3 ഇഞ്ച് വീതിയിലും ഓരോ തുണി എടുത്തതിന് ശേഷം, ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും പറയുന്നില്ല, ഓൾറെഡി ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ വെറുതെ വലിച്ച് നീട്ടണ്ടല്ലോ. അപ്പോൾ നമ്മൾ അരയിഞ്ച് ബാക്കിലോട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പരിപാടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഹുക്കിൻ്റെ ഐരം പരിപാടിയെല്ലാം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഷേപ്പ് കൊടുത്തെടുക്കണം. സ്ലീവ് ടു ബോഡി പാർട്ട് ഷേപ്പ് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. ഇട്ടും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈസി മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാനും മറക്കണ്ട. ടാറ്റാ.